പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ട്രെയിൻ യാത്രയ്ക്കായി നമ്മളിപ്പോൾ വീണ്ടും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണുള്ളത്. ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ഈ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുപ്പതി വരെ പോകുന്ന കോയമ്പത്തൂർ തിരുപ്പതി ഇന്റർസിറ്റി ട്രെയിനിലാണ് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. നമ്മളങ്ങനെ എത്തിയപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ 5ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മുടെ ട്രെയിൻ നിന്ന് പുറപ്പെടുന്നത്. നമ്മുടെ ട്രെയിനിന്റെ ലോക്കോയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോക്കോ ഇപ്പോൾ ഈ കോച്ചുകളോട് കൂട്ടി അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ ഒക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ കാണുന്ന റോഡ് ലോക്കോ ഷെഡിൻ്റെ WAP4 ലോക്കോയിലാണ് നമ്മൾ കോയമ്പത്തൂർ തൊട്ട് തിരുപ്പതി വരെ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ നെയിം ബോർഡൊക്കെ ഇത്തരത്തിലാണ് വരുന്നത്. ഇന്റർസിറ്റി എക്സ്പ്രസ് എന്നെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഈ ട്രെയിനിൽ എഴുതിയിട്ടുണ്ട്. കൂടാതെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെയും തിരുപ്പതി ക്ഷേത്രത്തിലെയും ചിത്രങ്ങളാണ് ഈ നെയിം ബോർഡിൽ വെച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ കാണുന്ന D9 കോച്ചിലാണ്. 2013 നിർമ്മിച്ചിട്ടുള്ള കോച്ചാണിത്. ഈ കോച്ച് മാത്രമല്ല, ഈ ട്രെയിനിൻ്റെ ഒട്ടുമിക്ക കോച്ചുകളെല്ലാം 2013 തന്നെ നിർമ്മിച്ചിട്ടുള്ള കോച്ചുകളാണ്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ വളരെ കുറച്ച് കോച്ചുകൾ ഒഴിച്ച് ബാക്കി മറ്റെല്ലാ കോച്ചുകളിലും ഇത്തരത്തിൽ പരസ്യങ്ങളാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ തിരുപ്പതി ഇന്റർസിറ്റി ട്രെയിനിൽ ഒരു AC ചെയർകാർ കോച്ചും അതുപോലെ 9 സെക്കൻഡ് സിറ്റിംഗ് കോച്ചും 8 അൺറിസേർവ്ഡ് കോച്ചും 2 SLR കോച്ചുകളാണ് വരുന്നത്. നമ്മുടെ ഈ തിരുപ്പതി ഇന്റർസിറ്റി ട്രെയിൻ 6:10 കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുക. ഈ കാണുന്നതാണ് നമ്മുടെ ഈ ട്രെയിനിലെ ഏക AC ചെയർകാർ കോച്ച്. നമ്മുടെ ഈ കോയമ്പത്തൂർ ഇന്റർസിറ്റി ട്രെയിനിന് റേക്ക് ഷെയറിംഗ് ഒക്കെ വരുന്നുണ്ട്. ഈ കാണുന്ന രീതിയിലാണ് ഈ ട്രെയിനിന്റെ റേക്ക് ഷെയറിംഗ് ഒക്കെ വരുന്നത്. കോയമ്പത്തൂർ തിരുപ്പതി ഇന്റർസിറ്റി ട്രെയിനായും അതുപോലെ തന്നെ തിരുപ്പതി SMVT ബാംഗ്ലൂരു ഇന്റർസിറ്റി ട്രെയിനായിട്ടും ഈ ട്രെയിനിന് റേക്ക് ഷെയറിംഗ് ഒക്കെ വരുന്നുണ്ട്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ 6ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ പോയിക്കൊണ്ട് നിൽക്കുന്ന ഈ ട്രെയിൻ 22666 എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന കോയമ്പത്തൂർ ജംഗ്ഷൻ KSR ബംഗളൂരു ഉദയ് എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ രാവിലെ 5:45 കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:40 കൂടിയാണ് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ട്രെയിനിൻ്റെ AC കോച്ചുകളെല്ലാം കാണുന്ന പോലെ ഡബിൾ ഡെക്കർ രീതിയിലാണ് വരുന്നത്. മറ്റ് കോച്ചുകളെല്ലാം സാധാ പോലെ തന്നെ സെക്കൻഡ് സിറ്റിംഗ് ആയിട്ടാണ് വരുന്നത്. ഈ ട്രെയിനിൽ ജനറൽ കോച്ചുകളൊന്നും തന്നെ ഇല്ല. 12:40 ബാംഗ്ലൂരിലെത്തുന്ന ഈ ട്രെയിൻ തിരിച്ച് 2:15 ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 9 മണിയോട് കൂടിയാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത്.
നമ്മളങ്ങനെ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ഈ സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകളിലെ സീറ്റിംഗ് വരുന്നത്. ട്രെയിനിന് പുറത്ത് മാത്രമല്ല, ട്രെയിനിനുള്ളിലും നമ്മുടെ ശക്തി മസാലയുടെ പരസ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ കാണുന്ന പോലെ 3x3 എന്ന സീറ്റിംഗ് ലേഔട്ടിലാണ് ഈ സെക്കൻഡ് സിറ്റിങ്ങിലെ സീറ്റിംഗ് ഒക്കെ വരുന്നത്. കൂടാതെ ഫാനും റാക്ക് അടക്കമുള്ള മറ്റ് സൗകര്യങ്ങളെല്ലാം നമുക്ക് ഈ സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകളിലും ഉണ്ട്. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഈ ട്രെയിനിലെ സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകളിലെ ടോയ്ലറ്റുകളെല്ലാം ഇത്തരത്തിലായിട്ടാണ് വരുന്നത്. അധിക കോച്ചുകളിലും ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റ് വരുന്ന രീതിയിലാണ് ഉള്ളത്. നമ്മളങ്ങനെ ഈ ട്രെയിനിലെ ഏക AC ചെയർകാർ കോച്ചിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ 3x2 എന്ന രീതിയിലുള്ള സീറ്റിംഗ് ലേഔട്ടാണ് ഈ AC ചെയർകാർ കോച്ചിൽ വരുന്നത്. അതുപോലെ തന്നെ യാത്രക്കാർക്ക് ബാഗും മറ്റും വെക്കാനുള്ള റാക്കുകളും ചാർജിങ് സോക്കറ്റ് അടക്കമുള്ള മറ്റു സൗകര്യങ്ങളെല്ലാം ഈ AC ചെയർകാർ കോച്ചിലുണ്ട്. നമ്മളങ്ങനെ അപ്പം നമ്മളിന്ന് യാത്ര ചെയ്യുന്ന D9 കോച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ D9 കോച്ചിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് AC ചെയർകാർ കോച്ചെല്ലാം വരുന്നത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ സെക്കൻഡ് സീറ്റിംഗ് കോച്ചുകളിലൊന്നും തന്നെ ചാർജിങ് സോക്കറ്റും മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മളിന്ന് യാത്ര ചെയ്യുന്നതായി കാണുന്ന D9 കോച്ചിലെ സീറ്റ് നമ്പർ 85-ലാണ്. വിൻഡോ സൈഡ് സീറ്റാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മളങ്ങനെ ഇപ്പോൾ ഈ ട്രെയിനിലെ ജനറൽ കോച്ചിലാണുള്ളത്. ജനറൽ കോച്ചിലൊന്നും അധികം ആളുകളൊന്നും ഇപ്പോൾ അവിടുന്ന് കയറിയിട്ടില്ല. നമ്മുടെ ഈ ജനറൽ കോച്ചിലടക്കം ചാർജിങ് സോക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഈ ട്രെയിനിലെ സെക്കൻഡ് സീറ്റിംഗ് കോച്ചുകളിലാണ് ചാർജിങ് സോക്കറ്റും മറ്റു സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പം കൃത്യം 6:10 തന്നെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായി നിർത്തിയിട്ടിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നും നാഗർകോവിലേക്ക് പോകുന്ന 16322 എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന കോയമ്പത്തൂർ നാഗർകോവിൽ എക്സ്പ്രസ് ആണിത്. ഈ ട്രെയിൻ രാവിലെ 8 മണിക്ക് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 8:10 നാഗർകോവിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ ഈ നിർത്തിയിട്ടിരിക്കുന്നത് മറ്റൊരു ഇൻ്റർസിറ്റി ട്രെയിനാണ്. കോയമ്പത്തൂർ MGR ചെന്നൈ സെൻട്രൽ ഇൻ്റർസിറ്റി ട്രെയിനാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഈ ട്രെയിൻ രാവിലെ 6:20 കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 കൂടിയാണ് MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത്. കാട്ട്പാടി വരെ നമ്മുടെ ട്രെയിനിൻ്റെ അതേ റൂട്ടിൽ തന്നെയാണ് ഈ ട്രെയിനും വരുന്നത്. LHB കോച്ചുകളൊക്കെ ഉള്ള ഒരു പുത്തൻ ഇൻ്റർസിറ്റി ട്രെയിൻ കൂടിയാണ് ഈ കോയമ്പത്തൂർ ചെന്നൈ സെൻട്രൽ ഇൻ്റർസിറ്റി. കോയമ്പത്തൂർ ചെന്നൈ ഇൻ്റർസിറ്റി ട്രെയിനിൻ്റെ ലോഗോ ഈറോഡ് ലോഗോ ഷെഡിൻ്റെ WP7 ലോഗോയാണ്.
നമ്മൾ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോയമ്പത്തൂർ തിരുപ്പതി ഇന്റർസിറ്റി ട്രെയിൻ ഹൈലി ഡിമാൻഡുള്ള ഒരു ട്രെയിൻ സർവീസ് കൂടിയാണ്. 22-616 എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ആഴ്ചയിൽ ഞായർ, ചൊവ്വ, വ്യാഴം, വെള്ളി എന്നീ 4 ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. 6:10 കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചക്ക് 1:20 തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത്. ആകെ 470 കിലോമീറ്ററാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. 9ഓളം റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ സ്റ്റോപ്പും ഉണ്ട്. ഈ കോയമ്പത്തൂർ തിരുപ്പതി ഇന്റർസിറ്റി ട്രെയിനിലെ ഈ സെക്കൻഡ് സിറ്റിംഗ് കോച്ചിന് നമുക്ക് ഇന്നായിട്ടുള്ള ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് 225 രൂപയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ട്രെയിനിന് റേറ്റ് ഷെയറിംഗ് ഒക്കെ വരുന്നുണ്ടെന്ന്. 1:20 തിരുപ്പതിയിലെത്തുന്ന ഈ കോയമ്പത്തൂർ തിരുപ്പതി ഇന്റർസിറ്റി ട്രെയിൻ തിരുപ്പതിയിൽ നിന്നും 3 മണിക്ക് പുറപ്പെട്ട് 8:55 SMVT ബാംഗ്ലൂരിലേക്ക് തിരുപ്പതി SMVT ഇന്റർസിറ്റി ട്രെയിൻ ആയിട്ടും സർവീസ് നടത്തുന്നുണ്ട്. നമ്മളെങ്ങനെ ചെയ്തപ്പോൾ കോയമ്പത്തൂർ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് ട്രെയിനിൽ നിന്നും ഫ്ലൈറ്റ് എല്ലാം ഇറക്കുന്ന സ്ഥലമാണ് ഇതാ ഇവിടെ കാണുന്നതൊക്കെ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നിന്നും കൊച്ചുവേളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗോരഖ്പൂർ കൊച്ചുവേളി രപ്തിസാഗർ എക്സ്പ്രസ് ആണ് ഇപ്പോൾ കടന്നു പോയത്. ഈ ട്രെയിനിന്റെ ട്രെയിൻ നമ്പർ വരുന്നത് 12-15-11 എന്നാണ്. കോയമ്പത്തൂരിൽ നിന്ന് നമ്മുടെ ഈ ട്രെയിനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നമ്മുടെ ഈ D9 കോച്ചിൽ അധികം ആളുകളൊന്നുമില്ല. ഒട്ടുമിക്ക എല്ലാ സീറ്റുകളും കാലിയായിട്ടാണ് വന്നത്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം നമ്മുടെ ട്രെയിൻ എങ്ങനെ അതിൻ്റെ ആദ്യ സ്റ്റേഷനായ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ട് നിൽക്കുന്നത്. 2 പ്ലാറ്റ്ഫോമുകളും 4 ട്രാക്കുകളുമാണ് ഈ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 50 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. സതേൺ റെയിൽവേയിൽ സേലം റെയിൽവേ ഡിവിഷന് കീഴിലായിട്ടാണ് ഈ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് TUP എന്നാണ്. തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ട്രെയിൻ അങ്ങനെ തിരുപ്പൂർ എത്തിയപ്പോഴേക്കും ആളില്ലാതിരുന്ന നമ്മുടെ ഈ കോച്ചിലെ എല്ലാ സീറ്റുകളിലും ഇപ്പം ആളുകളായിട്ടുണ്ട്. ട്രെയിൻ അങ്ങനെ വീണ്ടും തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്.
വന്ദേ ഭാരതും ശതാബ്ദി ഉൾപ്പെടെ ഈ ട്രെയിൻ റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന ഒട്ടുമിക്ക എല്ലാ പ്രധാന ട്രെയിനുകൾക്കും സ്റ്റോപ്പുള്ള ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ. തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഗുഡ്സ് എല്ലാം അൺലോഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതാ കാണുന്നത്. അവിടുന്ന് ഇപ്പോൾ ഒരു ഗുഡ്സ് ട്രെയിനിന് ഗുഡ്സ് എല്ലാം അൺലോഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതാ സേലം റെയിൽവേ ഡിവിഷന്റെ ആസ്ഥാനമായ സേലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഇതാ എത്തിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ഈ ട്രെയിനിന്റെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ടാണ് നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ കൊൽക്കത്തയിലെ ഷാലിമാറിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന 22-642 എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന ഷാലിമാർ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണിത്. ഈ ട്രെയിൻ ഇപ്പം തിരുവനന്തപുരത്തോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ഇതാ വീണ്ടും സേലം റെയിൽവേ സ്റ്റേഷന്റെ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. 3 മിനിറ്റ് ആയിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് സേലം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ ഈ ട്രെയിനിന്റെ അടുത്ത സ്റ്റേഷൻ വരുന്നത് ഏകദേശം 120 കിലോമീറ്ററോളം കഴിഞ്ഞ് ജോളാർപേട്ടയിലാണ്. നമ്മുടെ സാധാരണ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം റൂഫിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ സേലം റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിന്റെ റൂഫൊക്കെ ഇതാ ഇത്തരത്തിൽ വരുന്നത്.
അപ്പുറത്തെ ട്രാക്കിലൂടെ അതാ ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് ആണ് ഇതാ പോയിക്കൊണ്ട് നിൽക്കുന്നത്. ട്രെയിൻ അങ്ങനെ തമിഴ്നാട്ടിലെ തിരുപ്പത്തൂർ ജില്ലയിലെ ജോളാർപേട്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇപ്പോൾ സേലം റെയിൽവേ ഡിവിഷനിൽ നിന്ന് മാറി ഇപ്പോൾ ചെന്നൈ റെയിൽവേ ഡിവിഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. JTJ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ 5 പ്ലാറ്റ്ഫോമുകളാണ് വരുന്നത്. നമ്മുടെ ഈ ട്രെയിനിൽ ഒരുപാട് ആളുകൾ ഈ ജോളാർപേട്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഇതായി നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ SMVT ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹത്തിയിലോട്ട് പോകുന്ന 12:509 എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന ഗുവാഹത്തി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണിത്. ആഴ്ചയിൽ ബുധൻ, വ്യാഴം, വെള്ളി എന്നീ 3 ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ വീണ്ടും ജോളാർപേട്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഈ ജോളാർപേട്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആവാൻ കാരണം എന്ന് പറയുന്നത് ചെന്നൈ ബാംഗ്ലൂർ ലൈനും ജോളാർപേട്ട ഷൊർണൂർ ലൈനും ഈ ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്നത് MGR ചെന്നൈ സെൻട്രലിൽ നിന്നും കോയമ്പത്തൂരിലോട്ട് പോകുന്ന 12:675 എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന കോവൈ എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ രാവിലെ 6:10 ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട് ഉച്ചയ്ക്ക് 2:05 കോയമ്പത്തൂരിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിപ്പോൾ ആമ്പൂർ എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ട്രെയിൻ നിർത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ട്രെയിൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല. ഇവിടെ ഇതായി ട്രാക്കിൽ ട്രാക്ക് മെയിൻ്റനൻസിൻ്റെ ഭാഗമായുള്ള പണികളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വളരെ പതുക്കെയാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ലെറ്റാരി എന്നൊരു തമിഴ്നാട്ടിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ലെറ്റാരി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പുറത്തെ ട്രാക്കിലൂടെ ഇതൊരു WAG9 ലോക്കോ ആയിട്ടൊരു ഗുഡ്സ് ട്രെയിൻ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ട്രെയിൻ അങ്ങനെ ഇതാപ്പം കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയായ വെല്ലൂർ ജില്ലയിലാണ് ഈ കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റിയാണ് ഈ വെല്ലൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്.
5 പ്ലാറ്റ്ഫോമുകളാണ് ഈ കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. നമ്മുടെ ഈ ട്രെയിനിൻ്റെ അപ്പുറത്തെ ട്രാക്കിലായിട്ട് ഒരു ഗുഡ്സ് ട്രെയിനൊക്കെ നിർത്തിയിട്ടുണ്ട്. ആ ഗുഡ്സ് ട്രെയിനിൽ നിന്ന് ഗുഡ്സ് ഒക്കെ ഇതാ ഇറക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ. നമ്മുടെ ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ഇതിലധികം ആൾക്കാരും തിരുപ്പതിയിലേക്ക് പോകുന്ന ആളുകളാണ്. ട്രെയിൻ അങ്ങനെ വീണ്ടും കാട്ട്പാടി റെയിൽവേ സ്റ്റേഷന്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. 2 മിനിറ്റായിരുന്നു നമ്മുടെ ഈ ട്രെയിനിന് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. ഈ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആവാൻ കാരണം എന്ന് പറയുന്നത് ചെന്നൈ ബാംഗ്ലൂർ ലൈനും ഗുഡൂർ കാട്ട്പാടി ലൈനും കടന്നു പോകുന്നത് കൊണ്ടാണ്. ഈ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലേക്ക് നേരിട്ട് മെമു ട്രെയിനുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിലൂടെ ഇത്തരത്തിൽ വലിയൊരു പാലമൊക്കെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഈ ട്രെയിൻ യാത്രയിലെ ഈ ട്രെയിനിൻ്റെ തമിഴ്നാട്ടിലെ ഏറ്റവും അവസാനത്തെ സ്റ്റേഷൻ കൂടിയാണ് ഈ കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ചിറ്റൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ട് നിൽക്കുന്നത്. ആന്ധ്രാപ്രദേശിലാണ് ഈ ചിറ്റൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ സദേൺ റെയിൽവേയിൽ നിന്ന് മാറി ഇപ്പോൾ സൗത്ത് കോസ്റ്റ് റെയിൽവേയിലേക്ക് കയറിയിരിക്കുകയാണ്. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൽ ഗുണ്ടക്കൽ ഡിവിഷൻ്റെ കീഴിലായിട്ടാണ് നമ്മുടെ ഈ ചിറ്റൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ ചിറ്റൂർ റെയിൽവേ സ്റ്റേഷനുള്ളത്. ചിത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത്യാവശ്യം ആളുകളൊക്കെ ഈ ചിത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ട്രെയിനിൽ കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നീ 4 സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന ഒരു റെയിൽവേ സോണാണ്. വിശാഖപട്ടണമാണ് ഈ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനമായി വരുന്നത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ തിരുപ്പതി വെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ തിരുപ്പതി വെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ ഏകദേശം 2 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിനിന് സ്റ്റോപ്പൊന്നുമില്ല.
നമ്മുടെ ട്രെയിൻ എങ്ങനെ അതിൻ്റെ അവസാന സ്റ്റേഷനായ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിനിൽ അധികം ആളുകളും തിരുപ്പതി ക്ഷേത്ര ദർശനത്തിനുള്ള ആളുകളായതുകൊണ്ട് തന്നെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴേക്ക് തന്നെ ഗോവിന്ദ ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലാണ് ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ആകെ മൊത്തം 6 പ്ലാറ്റ്ഫോമുകളാണ് ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലുള്ളത്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണ പ്രവൃത്തികളൊക്കെ ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിൻ യാത്ര ഈ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ട്രെയിൻ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി.